പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നെഹമ്യ 7 വരെ കണ്ടു. അവിടെ അവർ മതിലിൻ്റെ പണിയൊക്കെ നടന്നു. അവിടെ ലെവൈറ്റ്സൊക്കെ അവിടെ ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ അവർ ഒരുങ്ങിയും എക്സൈൽസൊക്കെ മടങ്ങി വന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ എസ്ര 8 നോക്കാം. ഒരു വാക്യം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. പരിശുദ്ധ നല്ല കർത്താവെ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളെ അങ്ങയുടെ ആത്മീയ കർത്താവെ കൃപയും കൊണ്ട് നിറയ്ക്കണമേ. യേശു നാമത്തിൽ തന്നെ ആമീൻ. ചാപ്റ്റർ 8 നമ്മൾ നോക്കുമ്പോൾ നമ്മളവിടെ വലിയൊരു സ്പിരിച്വൽ റിവൈവലാണ് കാണുന്നത്. അവിടെ ഒരു നെക്സ്റ്റ് റീബിൽഡിങ് പ്രോസസ്സാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓർക്കും ഓൾറെഡി വാളൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്തുവാണ് റീബിൽഡിങ്. പക്ഷേ ഇവിടെ ആളുകളെ റീബിൽഡ് ചെയ്യുക, അവരെ ആത്മീയമായിട്ട് അവിടെ വളരുവാനാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഷിഫ്റ്റാണ് നെഹമ്യയിൽ നിന്ന് നേരെ എസ്രയിലേക്ക്. അന്നേരം എസ്ര എന്ന് പറയുന്ന ആരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ്ര ഒരു ദൈവഭയമുള്ള ഒരു പ്രീസ്റ്റായിരുന്നു, ഒരു സ്ക്രൈബായിരുന്നു. ഈ എസ്ര ആയിരുന്നു ആക്ച്വലി ടെമ്പിൾ റീബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും റെസ്പോൺസിബിലിറ്റി എടുത്തത്. നെഹമ്യ അതിൻ്റെ വാൾസിൻ്റെ പണി തുടങ്ങിയെങ്കിലും എസ്ര ആയിരുന്നു ടെമ്പിൾ റീബിൽഡ് ചെയ്യാനായിട്ട്. അത് ഈ സംഭവങ്ങൾ നെഹമ്യയുടെ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ 13 വർഷത്തോണ്ട് 13 ഇയേഴ്സിൻ്റെ മുമ്പ് ബാബിലോണിൽ നിന്ന് എക്സൈൽസൊക്കെ അവിടെ അവർ പോയ സമയത്ത് അങ്ങനെ പോയ ഒരു ഗ്രൂപ്പായിരുന്നല്ലോ. അന്നേരം ആ ബാബിലോണിൽ നിന്ന് 13 ഇയേഴ്സ് മുമ്പ് തിരിച്ചു വന്നു. അവിടെ സെരുബാബേൽ ടെമ്പിളിൻ്റെ റീകൺസ്ട്രക്ഷൻ ചെയ്തു. പിന്നെ ഈ എസ്രയാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത്. അന്നേരം അങ്ങനെയാണ് നമ്മൾ എസ്രയെക്കുറിച്ച് പഠിക്കുന്നത്. എസ്രയാണ് അവിടെ വർഷിപ്പൊക്കെ റീസ്റ്റോർ ചെയ്ത് അവിടെ വർഷിപ്പൊക്കെ നിന്ന് നിൽക്കുമായിരുന്നല്ലോ. അന്നേരം ഇവിടെ നമ്മൾ കാണുന്ന 8:1 കാണുന്നത് അവരെ വാട്ടർ ഗേറ്റ്. നമ്മൾ നെഹമ്യ ചാപ്റ്റർ 3 കണ്ട വാട്ടർ ഗേറ്റ് എപ്പോഴും സിംബോലൈസ് ചെയ്യുന്നത് വചനത്തെയാണ്. ഇവിടെ വചനമാണ് അവർക്കൊരു ആത്മിക ഒരു റിവൈവലിന് വേണ്ടി ഇവിടെ സഹായിക്കുന്നത്. അന്നേരം അവിടുത്തെ ആളുകളാണ് എസ്രയുടെ അടുത്ത് നിന്ന് പറയുന്നത് ആ ബുക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ പുസ്തകം എന്ന് പറയാം, അല്ലെങ്കിൽ മോശയുടെ കൽപ്പന എന്ന് പറയാം. ആദ്യത്തെ 5 പുസ്തകമാണ് ഈ ബുക്ക് ഓഫ് ലോ എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ മക്കൾക്ക് അതൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. അവരെ അത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ മുമ്പാകെ എങ്ങനെയാണ് നടക്കേണ്ടത്, ദൈവവഴിയിൽ കൂടെ എങ്ങനെയാണ് നടക്കേണ്ടത്, എന്തോ കാര്യങ്ങൾ ചെയ്യണം, എന്തോ ചെയ്യേണ്ട. അന്നേരം അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയാം ബൈബിളിൻ്റെ ഒരു അക്രോനിയം പറഞ്ഞ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്. അതായത് നമുക്ക് ബൈബിൾ തന്നിരിക്കുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കലും ആത്മീയ ഗ്രോത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും നമുക്ക് ബൈബിളിൽ കൂടെ മനസ്സിലാകാൻ പറ്റും. അങ്ങനെ ആളുകളെ എസ്രയുടെ അടുത്ത് വന്ന് പറഞ്ഞു അവർക്ക് ബുക്ക് ഓഫ് ലോയിൽ അവർക്കെല്ലാം പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ആരൊക്കെ കൂടിയിരിക്കുന്ന എല്ലാ മെന്നും വിമനും എല്ലാവരും ഉണ്ടായിരുന്നു. ആർക്ക് മനസ്സിലാകാനുള്ള കഴിവുണ്ട് അവരെല്ലാം ഉണ്ട്. അത് മാത്രമാണ് ബൈബിൾ ഇന്നും നമ്മൾ വായിക്കുമ്പോൾ ആർക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാകുന്നവർക്കെല്ലാം വായിക്കുക. അത് സ്ത്രീകളോ പുരുഷനോ ഒന്നുമില്ല, എല്ലാവർക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ ദൈവമാണ് അവിടെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ എഴുതി ഇരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തും അതിൻ്റെ മീനിങ് എന്തുവാണ്. പിന്നെ അവരെങ്ങനെയാണ് വായിച്ചത്, അവർ ഒച്ചത്തിൽ വായിച്ചു. അതേ ഡേ ബ്രേക്ക് തൊട്ട് പകൽ അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തൊട്ട് ഉച്ചവരെ അവർ വായിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാം ആക്റ്റീവ്ലി അവർ ലിസൺ ചെയ്യുമായിരുന്നു. അതാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, ഹീ ഹു ചെവി ഉള്ളവൻ കേൾക്കട്ടെ, ഹീ ഹു ഹാസ് ഇയേഴ്സ് ലെറ്റ് ഹിം ഹിയർ. നമ്മുടെ ആത്മീയ ചെവികൾ എപ്പോഴും തുറന്നിരിക്കണം. ഈ മാർത്തയെ പോലെ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് നടക്കാതെ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൻ്റെ വചനം, യേശു തന്നെയാണല്ലോ വചനം, ആ വചനം കേൾക്കാനായിട്ട് നമ്മളെപ്പോഴും ചെവി വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് സൈലൻ്റ് ആയിരിക്കണം. ചിലപ്പോൾ ഓർക്കും അതാണ് അത് ലിസണും സൈലൻറ്റും ഒരു അനാഗ്രാം മീൻസ് സെയിം ലെറ്റേഴ്സ് അതിലുള്ളൂ, പക്ഷേ ഡിഫറെൻറ്റ് വേയിലാണ് ലിസൺ ആൻഡ് സൈലൻറ്റ് നമ്മൾ എഴുതി വെച്ചാൽ നമുക്കറിയാം. അതാണ് ബൈബിളിൽ എപ്പോഴും പറയുന്നത്, ബി സ്റ്റിൽ ആൻഡ് ഹിയർ. നമ്മുടെ ആത്മീയ ചെവികൾ തുറന്നിരിക്കണം. അന്നേരം ഇത് ജസ്റ്റ് ഞങ്ങൾക്ക് കേൾക്കണം, നീ എസ്ര വായിച്ചു തരാൻ പറയുമല്ലായിരുന്നു. അവരതിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്തു, അവരവിടെ കേട്ടു, അവർ ലിസൺ അറ്റൻറ്റീവ്ലി ചെയ്തു. അതുകൂടാതെ അവരതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുത്തു. അവരുടെ വലിയൊരു
ഹൈ വുഡൻ പ്ലാറ്റ്ഫോം വെച്ച് എസ്ര അവിടെ നിന്നാണ് വചനങ്ങളെ വായിച്ച് അല്ലെ ആ ബുക്ക് ഓഫ് ലോയിൽ വായിക്കാൻ തുടങ്ങിയത്. ഒരു 6 മണിക്കൂറോളം കണ്ടിന്യൂസ്, അവർ ഉറക്കമില്ല, അവർ ബോറായില്ല. കാരണം സ്പിരിറ്റ് ഓഫ് ഗോഡ് അവിടെ ആക്റ്റീവായിരുന്നു. അന്നേരം അവർ ദൈവവചനത്തിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു സന്തോഷമായിരുന്നു. അവിടെ ഒരു തേഴ്സ്റ്റ്, അവരുടെ ആ ഒരു ദാഹമായിരുന്നു അവിടെ തീർന്നു. ഇന്നും നമുക്ക് ദൈവവചനത്തിൻ്റെ ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ സമയം ഇല്ലെന്നുള്ള കംപ്ലയിൻറ്റ് പറയാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് സമയം ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളിത് വായിക്കുക, നമ്മൾ ധ്യാനിക്കുക, മെസ്സേജുകൾ കേൾക്കുക. അന്നേരം നമ്മൾ ദൈവത്തിൽ ആഴമായിട്ട് ദൈവം നമ്മളെ നടത്തും. പിന്നെ 8:4 നമ്മൾ അങ്ങനെ കണ്ടു. എസ്ര അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. എസ്ര ബുക്ക് ഓപ്പൺ ചെയ്തു. എസ്ര ബുക്ക് ഓഫ് ലോ ഓപ്പൺ ചെയ്തപ്പോൾ അവർക്കറിയാം ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നറിയാം. അന്നേരം അവരതിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് അവരെല്ലാം എഴുന്നേറ്റ് നിന്നു. അവർ എസ്ര ദൈവത്തെ പ്രൈസ് ചെയ്തു, ദ ഗ്രേറ്റ് ഗോഡ് എന്ന്. അത് ആളുകളെല്ലാം കൈപൊക്കി അവരത് റെസ്പോണ്ട് ചെയ്തു. എമീൻ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നു, അവർ അഗ്രി ചെയ്യുന്നു. ദൈവം വലിയവനായ ദൈവമാണ് അഗ്രി ചെയ്യുന്നു. അവരവിടെ ബൗ ഡൗൺ ചെയ്ത് വേർഷിപ്പ് ചെയ്യുന്നു. അവർ ഭയങ്കര സന്തോഷത്തോട് അവർ ആ ദൈവവചനം കേൾക്കുമ്പോൾ വേറെ ഒരു കാര്യം അവിടെ നടക്കുന്നത്, അവരുടെ ഹൃദയങ്ങൾ തുറക്കാൻ തുടങ്ങി. അവരുടെ അന്തരാത്മാവിൽ കുറ്റബോധങ്ങൾ അവർക്കുണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ 8 നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം എസ്ര അത് വായിക്കുമ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് അവർക്ക് മീനിങ് മനസ്സിലാക്കി തരുന്ന പോലെ എസ്ര അവിടെ വായിച്ചു. അന്നേരം എവിടെ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ, അവർ തന്നെ വഴി കണ്ടെത്തി. അവർക്കത് കേൾക്കാനായിട്ട് അവരെല്ലാ വഴികളും ആ പ്ലാറ്റ്ഫോം എല്ലാം ഒരുക്കി. അതുകൂടാതെ അവിടെ 7 വായിക്കും, അവിടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. എസ്ര അവിടെ നിന്ന് വായിക്കുമ്പോൾ അവിടെ ലേവ്യരായ സപ്പോർട്ടേഴ്സ് അവർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അവരും അവിടെ കൂടെ ഉണ്ടായിരുന്നു. അതെന്തൊരു നല്ല ഒരു ദൈവദാസന്മാരെ നമ്മൾ താങ്ങുന്നത്, ദൈവവചനം ആര് കയ്യിലെടുക്കും അവരെ നമ്മൾ താങ്ങുന്നത്, അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, എക്സോഡസ് 17:12 അമേലിക്കർ വന്ന് റെഫീഡിമിൽ ഇസ്രായേൽ മക്കൾ പാർത്തപ്പോൾ, അമേലിക്കർ അവിടെ വന്നപ്പോൾ അഹ്റോനും ഹൂറും മോശയുടെ കൈ താങ്ങി അത്രയും നേരം ജയം ഇവർക്കായിരുന്നു. അന്നേരം നമ്മളും ഈ ദിവസങ്ങൾ എല്ലാ ദൈവദാസന്മാരെ ദൈവവചനം പറയുന്ന എല്ലാവരെയും നമ്മൾ താങ്ങണം. നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ എൻകറേജ്മെൻറ്റ് അവർക്ക് ആവശ്യമാണ്. പിന്നെ ആ സമയത്ത് നമുക്കറിയാം, ഈ എസ്രയുടെയൊക്കെ സമയത്ത് എല്ലാവരുടെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. ഒരു സ്ക്രൈബൊക്കെ ആയിരുന്നു, അത് എഴുതുകയും അത് വായിക്കുകയും. പക്ഷേ ആളുകളുടെ ദാഹം കാണണം, അവരത് കേൾക്കുമായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനത്തെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം, മനുഷ്യൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാണ്. അവർക്കത് ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് നമ്മൾ ഇവിടെ കാണും. പിന്നെ നമ്മൾ 8:7 നമ്മൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ ആ വചനം കേൾക്കാൻ ഉള്ള ആഗ്രഹത്തിൻ്റെ കാരണം കൊണ്ട് അവർക്കത് മനസ്സിലാകാൻ തുടങ്ങി. അതാണല്ലോ യേശുക്രിസ്തു ഉപമകൾ, പാരബിൾസായിട്ട് യേശുക്രിസ്തു ഓരോ കാര്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളിലുള്ള അനോയിൻറ്റിങ്, ആ ഹോളി സ്പിരിറ്റാണ്. നമുക്ക് സത്യം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നേരം വി ഷുഡ് പ്രേസ് ഗോഡ്, നോട്ട് ദ പ്രീച്ചേഴ്സ്. ആര് പ്രസംഗിക്കുന്നതല്ല, പക്ഷേ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതാണ് 1 ജോൺ 2:27 പറയുന്നത്. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. കാരണം നമ്മുടെ കുഞ്ഞു മനസ്സ്, ഫൈനൈറ്റ് മൈൻഡ്, അതിന് എല്ലാ കാര്യവും ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നെറ്റിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ നോളജിൽ കൂടെ, ഇൻ്റലക്റ്റിൽ കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും ധ്യാനിക്കാനും വായിക്കാനും ശ്രമിക്കുക. അത് നല്ല കാര്യം തന്നെ. പക്ഷേ അതൊക്കെ നമ്മുടെ സൂപ്പർഫിഷ്യൽ ഹെഡ് നോളേജ് കൂട്ടത്തുള്ളൂ. നമുക്ക് അകമേ നമുക്കൊരു രൂപാന്തരം വരത്തില്ലെന്ന് നമുക്കിതിൽ കൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. Psalm 19 വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം അതെന്തൊരു മാധുര്യമുള്ള, തേനിനേക്കാളും മധുരമുള്ളത്. നമ്മൾ എത്രയും ആഴത്തിലേക്ക് കടക്കും. ഈ നെഹമ്യ തന്നെ നമ്മൾ വായിക്കുമ്പോൾ എന്ത് ആഴത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അതൊരു ജസ്റ്റ് കഥ പോലെ നമ്മൾ വായിച്ചു വിടുകയല്ല. നമ്മളൊരു 10 പ്രാവശ്യം വായിച്ചാലും ദൈവം ഓരോ രീതിയിലാണ് അതിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അന്നേരം ഇവരെങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ നിന്ന് വായിച്ചത്? അവർ ക്ലിയർലി വായിച്ചു, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു, അത് ഡിസ്റ്റിങ്ക്റ്റ്ലി വായിച്ചു, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കൊടുത്തു, അവർ അറ്റൻറ്റീവ്ലി അത് ലിസൺ ചെയ്തു. പിന്നെ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു അവർക്ക് മനസ്സിലായി, കൺവിക്ഷൻ ഓഫ് ഇഗ്നോറൻസ്. അവർ തെറ്റിയ പാപങ്ങൾ, അവർ ദൈവത്തെ ഡിസൊബേ ചെയ്തു, അവർ റിപ്പൻറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഈ 8:9 വരുമ്പോൾ നെഹമ്യയും എസ്രയും ഒന്നിച്ചാണ്. അതെന്തൊരു നല്ല ഗോഡ്ലി ഒരു പെയർ അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന 2 ആളുകൾ ഒന്നിച്ച് കൂടുമ്പോൾ അന്നേരം അതുകൊണ്ട് അവിടെ റിവൈവൽ ഉണ്ടായി. അതാണ് 2 തിമോത്തി. ദൈവവചനം എപ്പോഴും നമുക്ക് റിവൈവൽ തരുന്നതാണ്. 2 തിമോത്തിയുടെ 3:16 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറിയാം,
ഓൾ സ്ക്രിപ്ചർ ഇസ് ഗോഡ് ബ്രെത്ത് ആൻഡ് ഈസ് യൂസ്ഫുൾ ഫോർ ടീച്ചിങ്, റിബ്യൂക്കിംഗ്, കറക്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ് സോ ദാറ്റ് ദ മാൻ ഓഫ് ഗോഡ് മേ ബി thoroughly equipped ഫോർ എവറി ഗുഡ് വർക്ക്. എല്ലാം നല്ല പ്രവർത്തിക്കായി വചനം വായിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമുക്ക് വെളിപ്പെടുത്തി തരും, നമുക്കൊരു കുറ്റബോധമുണ്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ. അങ്ങനെ 8-9 കാണും അവരുടെ കോൺഷ്യൻസ് അവരെ പ്രിക്ക് ചെയ്തു, അവരുടെ പാപങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കിട്ടി. അന്നേരം അവർ മനസ്സിലായി ദൈവം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം, അവർ സന്തോഷിക്കാൻ തുടങ്ങി. പക്ഷേ ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് അവർക്കത് മനസ്സിലായി, അവരുടെ തെറ്റുകൾ അവർക്ക് വെളിപ്പെടുത്തി വന്നപ്പോൾ അവരവിടെ കരയാൻ തുടങ്ങി. അതാണ് 10 പറയുന്നുണ്ട്, നെഹമ്യാ പറയുന്നുണ്ട്, നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക, നല്ല ഫുഡൊക്കെ പോയി കഴിക്കുക. ഡു നോട്ട് ഗ്രീവ് ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് യുവർ സ്ട്രെങ്ത്. നിങ്ങൾ കരയേണ്ട. പക്ഷേ അവിടെ അവരുടെ കരച്ചിൽ നിൽക്കുന്നില്ല, അവർ ഉറക്കെ കരയാൻ തുടങ്ങി. അതിൻ്റെ 15 ആ ലേവ്യരൊക്കെ അവിടെ വന്ന് അവരോട് പറയുന്നത് ഇതൊരു വിശുദ്ധ ദിവസമാണ്, നിങ്ങൾ കരയരുത്. അന്നേരം അങ്ങനെ ആളുകളെല്ലാം പറഞ്ഞു വിട്ടു. അവർ നല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ പോയി. പക്ഷേ അവരുടെ ഉള്ളിൽ ആ സ്നേഹം, ആ ലവ് ഷെയറിങ് ഉള്ളതുകൊണ്ട് അവരത് കിട്ടാത്തവർക്ക് വേണ്ടി അവർ അത് കൊണ്ടുപോയി അവർക്കും കൊണ്ടു കൊടുത്തു. കാരണം അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ വചനമാണ് അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലീഡേഴ്സൊക്കെ അവർ പിന്നെയും മോർ ബൈബിൾ സ്റ്റഡി. നമ്മൾ ബൈബിൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം, ആ ഒരു തേഴ്സ്റ്റ് ദൈവം നമുക്ക് തരും. അങ്ങനെ 8-13 കാണാം ആ ലീഡേഴ്സ് പിന്നെയും ഗ്യാദർ ചെയ്യുന്നു. അവർ ദൈവത്തിൻ്റെ വചനം അവർക്ക് പഠിക്കണം. അങ്ങനെ കാരണം അവർക്കറിയാം അവർ നല്ലൊരു ഇഫക്റ്റീവ് ഗോഡ് ഫിയറിങ് ലീഡേഴ്സ് ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാത്രമേ അവരെ സഹായിക്കത്തുള്ളൂ. അങ്ങനെ 14 കാണും അവർ ദി ഫൗണ്ട് റിട്ടൺ ഇൻ ദ ലോ. ആ ദൈവത്തിൻ്റെ കൽപ്പനയിൽ അവർക്ക് മനസ്സിലായി അവർ ചെയ്യാത്തൊരു കാര്യമുണ്ടായിരുന്നു. അതാണ് ഫീസ്റ്റ് ഓഫ് ടാബർനക്കിൾ, കൂടാരപ്പെരുന്നാൾ. അതവർ കൂടിയിട്ട് കുറേ വർഷങ്ങളായിരുന്നു. ഈ യോശുവയുടെ സമയം കഴിഞ്ഞ് പിന്നെ അവിടെ അത് കൂടിയിട്ടേ ഇല്ലായിരുന്നു. അതൊരു കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ആക്ട് ഓഫ് ഒബീഡിയൻസ് ആയിരുന്നു, ഒരു അനുസരണത്തിന് വേണ്ടിയായിരുന്നു. അത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അതാണ് നമ്മളും ചെയ്യേണ്ടത്. ബൈബിളിലുണ്ടോ അന്ന് നമ്മൾ ചെയ്യണം. നമ്മൾ മനുഷ്യരോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, അതാണോ സത്യം, ഇതാണോ സത്യം, അത് നമ്മൾ രക്ഷിക്കപ്പെടണോ, നമ്മൾ സ്നാനപ്പെടണോ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണോ, നമ്മൾ ദൈവവചനം വായിക്കണോ, അതൊക്കെ ബൈബിളിലുണ്ട്. അത് നമ്മൾ മനുഷ്യരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. അതിൻ്റെ അവരത് 15 പറയുന്നുണ്ട്, വി ഷുഡ് പ്രൊക്ലെയിം ദിസ് വേർഡ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്. ഇത് വായിച്ചപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ വന്ന് മത്തായി 28 ഗ്രേറ്റ് കമ്മീഷനാണ്. യേശു ക്രിസ്തു പറഞ്ഞെന്തോ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് ഈ വചനം എല്ലാവരോടും പറയണം. ആൻഡ് ബാപ്റ്റൈസ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും ചെന്ന് ഈ ഗോസ്പൽ പ്രൊക്ലെയിം ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ മാത്യു 28 അതാണ് ഇവിടെ ചാപ്റ്റർ 8-15 തന്നെ, വി ഷുഡ് പ്രൊക്ലെയിം ദിസ് വേർഡ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്. അന്നേരം ഈ കൂടാരപ്പെരുന്നാൾ അവരെന്തിനായിരുന്നു ദൈവം അവരെ ആ മുമ്പിൽ നടത്തിയ ആ ഗോഡിൻ്റെ പ്രൊവിഷൻ അല്ലെ പ്രൊവിഡൻസ് കാണിക്കാനാണ് അവർ ബൂത്തിൽ പോയി താമസിക്കുന്നത്, അല്ലെങ്കിൽ ടാബർനാക്കിൽ പോയി അവരവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ 16-17 എല്ലാം നോക്കുമ്പോൾ അവരെങ്ങനെ അത് ചെയ്തെന്നൊക്കെ നമുക്കവിടെ കാണാം. പക്ഷേ എന്തുവാണെങ്കിലും അവരുടെ ജോയ് ഭയങ്കര ഗ്രേറ്റ്, ദേ വർ സോ ഹാപ്പി. അവരുടെ കാരണം സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. അത് ജോയ് ആൻഡ് ഹാപ്പിനെസ് ഡിഫറൻസ് ഉണ്ട്. ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ സർക്കംസ്റ്റാൻസസ്, ബട്ട് ജോയ് ഈസ് ഡീപ് ഫ്രം അവർ ഹാർട്ട്. അതിൻ്റെ 18 വരുമ്പോൾ ഓരോ ദിവസവും ആദ്യത്തെ ദിവസം തൊട്ട് ആ ലാസ്റ്റ് ദിവസം വരെ എസ്ര ബുക്ക് ഓഫ് ലോ എന്ന് വായിക്കും. അവർ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തു 7 days. എന്നിട്ട് അവർ അവിടെ അസംബ്ലി കൂടി. ഓരോ പ്രാവശ്യം കൂടുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കും. ദൈവം ചെയ്തെല്ലാം പ്രവർത്തിക്കായി അവർ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കും. എന്നിട്ട് ഈ ദൈവവചനം നമ്മളെ രൂപാന്തരം വരുത്തുന്നതാണ്. ഈ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഒരു ആലയം പണിത് കഴിഞ്ഞു, അതിൻ്റെ വാൾസ് പണിത് കഴിഞ്ഞു. പക്ഷേ ഒരു മനുഷ്യന് അവിടെ താമസിക്കുന്ന മനുഷ്യൻ, അല്ലെ ആരാധിക്കുന്ന മനുഷ്യൻ രൂപാന്തരമില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായി പോകും നമുക്കറിയാം. അതുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മളും ദൈവസന്നിധി വചനം വായിക്കാനും ധ്യാനിക്കാനും നമ്മുടെ തെറ്റുകളെ ദൈവം വെളിപ്പെടുത്തി തരുവാൻ നമുക്ക് തന്നെ ഒരു മാനസാന്തരം കൊണ്ടുപോകാൻ കൂടുതലായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾക്ക് മനസ്സിലാക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് ഓൾ.